ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സ്നാക്സ് ഐറ്റം ഒന്നുമില്ല. നമ്മുടെ മത്തി ഉണ്ടല്ലോ, മത്തി നല്ല പുളിയുള്ള മാങ്ങായിട്ട് പീര പറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ്. മത്തി വറ്റിച്ചതെന്ന് പറയാം, മത്തി പീര വറ്റിച്ചതെന്ന് പറയാം, പലയിടത്തും പല രീതിയായിരിക്കും പറയുന്നത്. അതിന് വേണ്ടിയിട്ടൊരു മൺചട്ടി എടുക്കുക, ഒരു പിടി ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞതും, 3-4 കതിർപ്പ് കറിവേപ്പിലയും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും, പച്ചമുളകും മാങ്ങായും ഉണ്ട്. അത് ഞാൻ മാറ്റി വെക്കുകയാണ്. പച്ചമുളക് നമുക്ക് കൈകൊണ്ട് ഞെവിടുമ്പോൾ എരിവാവത്തില്ലേ, അതുകൊണ്ട് ആദ്യമേ അത് ഇടണ്ടാന്ന് വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ചു. എന്തായാലും അത് ഞെവിടണം, തിരുമിയെടുക്കണം. അത് ലാസ്റ്റ് ആവട്ടെന്ന് ചോദിച്ചു. ഞാൻ അതിനകത്ത് പച്ചവെളിച്ചെണ്ണ ഒന്നും ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് മീനിന് ആവശ്യമുള്ള തേങ്ങ തിരുമി അതൊന്ന് ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൾസിലടിക്കുക. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതിയേ. എന്നിട്ട് അതും ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് ആ ചുവന്നുള്ളിയുടെ നീരൊക്കെ ഇറങ്ങുന്ന രീതിയിൽ നല്ലതായിട്ട് ഞെരടി എടുക്കുക. നല്ലതായിട്ട് ഞെരടി എടുക്കണം. അത് കൈ കൊണ്ട് നന്നായിട്ട് പല രീതിയിൽ മീൻ പീര പറ്റിക്കാം. ഇത് ഒരു രീതിയാണ്. ഞാൻ വേറെ രീതിയിലും ചെയ്യാറുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ആദ്യം ആ തേങ്ങയുടെയും ചുവന്നുള്ളിയുടെയും സത്തിറങ്ങണം. അതിന് വേണ്ടിയിട്ട് ആദ്യം അത് മാത്രം ഞെവിടുക. പിന്നെ ഉപ്പിട്ട് നല്ലതായിട്ട് ഞെവിടി ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായിട്ട് അത് ഞെവിടി ചേർക്കുക. പിന്നെ അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും, ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വീണ്ടും ഞെവിടുക. അത് ഉലുവാപ്പൊടി ഉള്ളവർക്ക് ഉലുവാപ്പൊടി ചേർക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഉലുവ പൊടിച്ചതില്ല, അതുകൊണ്ട് ഞാൻ ഉലുവ പൊടിച്ചത് ചേർത്തില്ല. എന്നിട്ടിത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടി ചേർക്കുക. ഇട്ട മുളക് പൊടി ഐറ്റംസ് എല്ലാം തേങ്ങയിൽ നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണത്. എന്നിട്ട് ഇനി നമുക്ക് പച്ചമുളകും മാങ്ങായും ഇടാം. തേങ്ങ അരച്ച ജാറ് ഞാൻ കഴുകിയിട്ടില്ല, അത് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഈ കൈ പറ്റിയ അരപ്പും അത് കഴുകിയ വെള്ളവും ആ മിക്സിയിലെ ജാറ് കഴുകുന്ന വെള്ളം കൂടെ വേണം നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ, വെള്ളമായിട്ട് ചേർക്കാൻ ഉണ്ട്. അത് ഇച്ചിരി സ്പീഡിലാണ് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും വെള്ളമൊക്കെ എടുത്ത് എറിയുമെന്നല്ല. ഈ സ്പീഡ് കൊണ്ടാണ്, വീഡിയോയുടെ സ്പീഡ് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അല്ലെങ്കിൽ ഇത് ഒരുപാടൊക്കെ ലാഗായിപ്പോവും. ഇങ്ങനെ ഞെവടി കാണിക്കുന്ന എത്രയെന്നും വെച്ചാൽ അത് നന്നായിട്ട് ഞെവടി ചേർക്കുക. ഇനി മത്തി, ചെറിയ മത്തിയാണ്. ഇപ്പോഴത്തെ മത്തി അങ്ങോട്ട് വലുതാവുന്നതേ ഇല്ല. വളർച്ച മുരടിച്ചതാണോ എന്തോ, എപ്പോൾ കിട്ടിയാലും ഒരേ ഷേപ്പിൽ തന്നെ. ഒരമ്മ വെറ്റ മക്കളെന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം. കറക്റ്റ് ഒരേപോലെ തന്നെ ഇരിക്കുക എല്ലാ മാസത്തിലും. ഇനി ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കുറച്ച് ഈ പുരട്ടുന്ന വെള്ളം ടാപ്പിൻ്റെ കീഴിൽ വിളിച്ചിട്ട് എന്തായാലും നമ്മൾ കഴുകിക്കളയല്ലേ, ഒരു പാത്രത്തിൽ ഒലമ്പി എടുക്കുമോ, ആ വെള്ളം ഇതിനകത്ത് ചേർത്താൽ മതി. അരപ്പ് വെള്ളം തന്നെ ആണല്ലോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ച് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. വേവിക്കുമ്പോൾ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മത്തിയാണിത്. വെട്ടി 2 ദിവസമായി ഫ്രിഡ്ജിലിരുന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തൊന്നും കുറച്ച് വെള്ളം ഇറങ്ങും. നമ്മൾ ചേർത്ത വെള്ളം കൂടാതെ അതിനകത്തൊന്നും വെള്ളം ഇറങ്ങും. ആ വെള്ളം തന്നെ മതിയാവും ആ അരപ്പ് വെന്ത് കിട്ടാൻ. അങ്ങനെ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് കറക്കി കൊടുക്കുക. ഞാൻ ആദ്യത്തെ തവണ മാത്രം സ്പൂൺ കൊണ്ടൊന്ന് നീക്കി കൂട്ടി കൊടുത്തോളൂ. ബാക്കിയെല്ലാം ഞാൻ കറക്കി എടുത്ത് കൊടുത്തേത്. നന്നായിട്ട് ഈ ഒരു കളറിൽ കിട്ടി, വെള്ളമെല്ലാം പറ്റി ഒന്നിലൊന്നിൽ തൊടാതെ കറക്റ്റായിട്ട് അത് കിട്ടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, എളുപ്പം നമുക്ക് റെഡിയാക്കാവുന്നതാണ്. മീൻ പീര വറ്റിക്കാൻ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കണേ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.